I am Ennemcien. Q-Master from Matter Waves. Question number 1. What is a de Broglie wavelength of electron at absolute temperature T, capital T? ഇതൊരു വല്ലാത്ത ചോദ്യമാണല്ലോ. ഈ ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഒരു സിംഗിൾ പാർട്ടിക്കിളാണ്. ടെമ്പറേച്ചർ തന്നു കഴിഞ്ഞാൽ ഉടനെ ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് എ particle per degree of freedom is half kT, where K is the Boltzmann constant and T is the absolute temperature. സിംഗിൾ പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 3 അപ്പോൾ സ്മോൾ എഫ് ഈക്വൽസ് 3. എഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ സിസ്റ്റം ഓർ എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽസ് എഫ് ഇൻറ്റു ഹാഫ് കെ ടി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫോർ എ സിംഗിൾ പാർട്ടിക്കിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് ഈസ് 3. അക്കോർഡിംഗ് ടു ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി per degree of freedom equals half kT. Therefore, total energy is E equals F into half kT. Here F is 3. ഈ 3 ആക്സിസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഒക്കെ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല സിംഗിൾ പാർട്ടിക്കിളിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയാണ്. വേറെ ഒന്നുമില്ലല്ലോ, അതിന് പൊട്ടൻഷ്യൽ എനർജി ഒന്നും വരാനില്ലല്ലോ. വേറെ മറ്റ് ഇൻട്രാക്ടിങ് പാർട്ടിക്കിൾസ് ഒന്നുമില്ല, ഒരു സിംഗിൾ പാർട്ടിക്കിൾ. അപ്പോൾ ഹാഫ് എം വി സ്ക്വയറാണ് ഈ ടോട്ടൽ എനർജി കൈനറ്റിക് ഫോം. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽസ് ഹാഫ് എഫ് ഇൻറ്റു ഹാഫ് കെ ടി. എഫ് ഇവിടെ 3 സിംഗിൾ പാർട്ടിക്കിളിന്. അപ്പോൾ 3 ഇൻറ്റു ഹാഫ് കെ ടി, ഇതാണ് ഹാഫ് എം വി സ്ക്വയർ അല്ലെ ടോട്ടൽ എനർജി ഓഫ് ദി പാർട്ടിക്കിൾ ഓഫ് ദി ഇലക്ട്രോൺ. ഇവിടുന്ന് എം വി സ്ക്വയർ ഈക്വൽസ് 3 കെ ടി. ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എം സ്ക്വയർ വി സ്ക്വയർ ഈക്വൽസ് 3m കെ ടി. ദാറ്റ് മീൻസ് എം വി ഈക്വൽസ് റൂട്ട് ഓഫ് 3m കെ ടി. ഫ്രം വിച്ച് then de Broglie wavelength lambda at a formula h by mv now, that is h by root of 3m kt. ഇതാണ് ഇവിടുത്തെ ആൻസർ. ദാറ്റ് ഈസ് ദി ആൻസർ. ഇതിപ്പോൾ എൻട്രൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ പറഞ്ഞു ചുറ്റിയൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് ഓർത്തിരിക്കുക. ലാംഡ ഇൻ ടെമ്പറേച്ചർ തന്നിട്ട് ലാംഡായിട്ടുള്ള ബന്ധം വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√T ഓർ ലാംഡ സ്ക്വയർ ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് അറിഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ ലാംഡ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√m ഇൻറ്റു ടി ഓർ ലാംഡ സ്ക്വയർ എം ഇൻറ്റു ടി ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് ഓർത്തിരിക്കുക. അതിൽ നിന്ന് എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തെടുക്കാം എൻട്രൻസിൻ്റെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും, ഉടനെ വരും. അനദർ ക്വസ്റ്റ്യൻ. ദ de Broglie wavelength ഓഫ് thermal neutron is of the order of 2 angstrom units. What will be the wavelength when its energy is increased 4 times? തെർമൽ ന്യൂട്രോണും ഫാസ്റ്റ് ന്യൂട്രോണും ഒക്കെ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം കൈനറ്റിക് എനർജി തെർമൽ ന്യൂട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ കൈനറ്റിക് എനർജിയേ ഉള്ളൂ. 0.02 സംതിങ് ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള തെർമൽ ന്യൂട്രോൺ. ഇതിൽ കൈനറ്റിക് എനർജി മൊമെൻറ്റവും കൂടുള്ള റിലേഷൻ പഠിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈക്വൽസ് p²/2m. P is the momentum from which P equals root of 2m into kinetic energy, 2me. Now lambda, de Broglie wavelength lambda equals h by p, that is h by root of 2me.
സോ ലാംഡ 1 ഈസ് എനർജി E1 ആയിരിക്കുമ്പോൾ ലാംഡ 1 എന്നിരിക്കട്ടെ. എനർജി E2 ആകുമ്പോൾ ലാംഡ 2 എന്നിരിക്കട്ടെ. അപ്പോൾ ലാംഡ 1 എന്ന് പറയുമ്പോൾ ഇവിടെ E1 വരും, ലാംഡ 2 വരുമ്പോൾ ഇവിടെ E2 വരും. ബാക്കിയൊക്കെ കോൺസ്റ്റൻസാണ്. എന്നിട്ട് റേഷ്യോ എടുക്കുമ്പോൾ ലാംഡ 1 ബൈ ലാംഡ 2 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് E2 ബൈ E1. Here lambda 1 is given to be 2 angstrom units. അപ്പോൾ ലാംഡ 1 സ്ഥാനത്ത് 2 ഡിവൈഡഡ് ബൈ ലാംഡ 2 ഈക്വൽസ് E2 എനർജി നേരത്തെ ഉള്ളതിൻ്റെ 4 ഇരട്ടിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഉള്ള എനർജി E1 എങ്കിൽ ഇപ്പോഴത്തെ എനർജി 4E1 ആണ്. 4 ടൈംസ് ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. 4E1 ബൈ E1 4. റൂട്ട് ഓഫ് 4 ഈസ് 2. അപ്പോൾ 2 angstrom unit by lambda 2 equals 2. That means lambda 2 equals 2 by 2 or 1 angstrom unit. That is the answer. ഇതിപ്പോൾ എൻട്രൻസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലാംഡ ഈക്വൽസ് 1 ബൈ റൂട്ട് E എന്നങ്ങ് എടുത്തുകൊണ്ടാൽ മതി. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സോൾവ് ചെയ്യാം. ഈ എമ്മും കീയും ഒന്നും എടുക്കേണ്ട കാര്യമില്ല. അല്ല ലാംഡ ഈക്വൽസ് 1 ബൈ റൂട്ട് എന്നോ തന്നിരിക്കുന്ന അനുസരിച്ച് എടുക്കുക. ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അല്ലെ ഈ കോൺസ്റ്റൻസ് ഒക്കെ കളയാം. അത് നമ്മൾ എൻട്രൻസിന് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ചർച്ച ചെയ്യും. That's all. Another one. An electron and a photon each have a wavelength 1 nanometer. Find 1. Their momenta, 2. energy of the photon, and 3. kinetic energy of the electron. ഇതാണ് ചോദ്യം. അപ്പോൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഇലക്ട്രോണിനും ഫോട്ടോണിനും ഒരേ വേവ് ലെങ്താണെന്ന് പറയുന്നുണ്ട്. ദറ്റ് ഈസ് 1 നാനോമീറ്റർ ഓർ 10⁻⁻9 മീറ്റർ. എങ്കിൽ പക്ഷേ ലാംഡ എന്ന് പറഞ്ഞാൽ h/p. Therefore momentum of the രണ്ടിനും ലാംഡ ഒന്ന് തന്നെയാണ്. ഇലക്ട്രോണിൻ്റെ മാറ്റർ വേവ് ലെങ്തും ഡീബ്രോഫ് വേവ് ലെങ്തും ഫോട്ടോണിൻ്റെ വേവ് ലെങ്തും 1 നാനോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ലാംഡ സെയിമാണ്. അപ്പം മൊമെൻറ്റവും സെയിം ആയിരിക്കണം, കാരണം എച്ച് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ മൊമെൻറ്റം ഓഫ് ഇലക്ട്രോൺ ഈക്വൽസ് മൊമെൻറ്റം ഓഫ് എഫ് ഓഫ് ദി ഫോട്ടോൺ P ഈക്വൽസ് h by lambda. h is 6.63 into 10⁻⁻34 joules second. hൻ്റെ വാല്യൂ അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ബൈ ലാംഡ ഈസ് 10⁻⁻9. സോ ആൻസർ ഈസ് 6.63 into 10⁻⁻25. അത്രയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അതാണ് ആൻസർ. രണ്ടാമത് ചോദിച്ചിരിക്കുന്ന എനർജി ഓഫ് ദി ഫോട്ടോണാണ്. ഫോട്ടോൺ എന്ന് പറയുമ്പോൾ ഈ എനർജി ഈക്വൽസ് എച്ച് ന്യൂ ഈക്വൽസ് എച്ച് സി ബൈ ലാംഡ. ന്യൂ ഈസ് സി ബൈ ലാംഡ, വെലോസിറ്റി ഓഫ് ലൈറ്റ് ബൈ വേവ് ലെങ്ത്. ദറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എച്ച് 6.63 into 10⁻⁻34 into സി ഈസ് 3 into 10⁸8 by lambda is 10⁻⁹. Simplify ചെയ്യുമ്പോൾ you will get it as 19.89 into 10⁻⁻17 ജൂൾ എന്ന് വരും. ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കണമെങ്കിൽ 1.6 into 10⁻⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൻസർ, ഫൈനൽ ആൻസർ 1.243 into 10⁻³ ഇലക്ട്രോൺ വോൾട്ട് അല്ലെ 1.243 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും. ദാറ്റ് ഇസ് ദി ആൻസർ. മൂന്നാമത് ചോദിച്ചിരിക്കുന്ന കൈനറ്റിക് എനർജി ഓഫ് ദി ഇലക്ട്രോണാണ്. നമുക്കറിയാലോ കൈനറ്റിക് എനർജി ഈക്വൽസ് p²/2m. പി എന്ന് പറഞ്ഞാൽ 6. ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് നേരത്തെ 6.63 into 10⁻⁻25 അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 into മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 into 10⁻⁻31. ആൻസർ ഈസ് 2.42
into 10 raised to minus 19 joule. ഇതിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാം. ഇലക്ട്രോണിൻ്റെ ചാർജ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതൊക്കെ നേരെ അറിയാമല്ലോ. 1.6 ഇൻറ്റു 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1.6 ഇൻറ്റു 10 raised to minus 19 ജൂളാണ്. അപ്പോൾ ജൂളിനെ ഇലക്ട്രോൺ വോൾട്ട് ആക്കാൻ ഈ ഫാക്ടർ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.51 ഇലക്ട്രോൺ വോൾട്ട്. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിൻ്റെ 3 ആൻസറുമായി. അടുത്ത ചോദ്യം, ഷോ ഗ്രാഫിക്കലി ദി വേരിയേഷൻ ഓഫ് ദി ഡീബ്രോഫ് വേവ് ലെങ്ത് ലാംഡ വിത്ത് പൊട്ടൻഷ്യൽ വി ത്രൂ വിച്ച് ആൻ ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ്. നമുക്കറിയാം, നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ട്, വി പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഒരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്താൽ അതിൻ്റെ ഡീബ്രോഫ് വേവ് ലെങ്ത് ലാംഡ ഈക്വൽസ് h/√2mE_v. ഇവിടെ 2m ഇയും ഒക്കെ കോൺസ്റ്റൻസ്. അപ്പോൾ h കോൺസ്റ്റൻ്റാണ്. നമുക്കപ്പോൾ എന്ത് എഴുതാം? ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി, ഓർ ലാംഡ സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/v, or lambda square into v is a constant. ഇതിപ്പോൾ VH is a constant, vertical coordinate into horizontal coordinate is a constant എന്നുള്ള ഫോമാണ്. ലാംഡ സ്ക്വയർ ഒരു വെർട്ടിക്കൽ ആക്സിസിലെ കോർഡിനേറ്റ് ആയിട്ടും പൊട്ടൻഷ്യൽ ഹൊറിസോണ്ടൽ ആക്സിസിലെ കോർഡിനേറ്റ് ആയിട്ട് എടുത്താൽ V into H is a constant. അത് റെക്ടാങ്കുലർ ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. അപ്പോൾ ലാംഡ സ്ക്വയർ വെർട്ടിക്കൽ ആക്സിസിലും പൊട്ടൻഷ്യൽ ഹൊറിസോണ്ടൽ ആക്സിസിൽ കൂടെ പ്ലോട്ട് ചെയ്താൽ വി വിൽ ഗെറ്റ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. ലാംഡയും വിയും കൂടെ പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതിങ്ങനെ പ്ലോട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വേവ് ലെങ്ത്തും പൊട്ടൻഷ്യലും തമ്മിലുള്ള വേരിയേഷൻ കാണിച്ചു കൊടുക്കുക. നെക്സ്റ്റ്, ഫൈൻഡ് ദി വേവ് ലെങ്ത് ഓഫ് ആൻഡ് ഫ്രീക്വൻസി of a 100 million electron volt photon. വേവ് ലെങ്തും ഫ്രീക്വൻസി 100 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എനർജി ഉള്ള ഒരു ഫോട്ടോണിൻ്റെ PHOT ഫോട്ടോണിൻ്റെ ലൈറ്റ് പാർട്ടിക്കിളിൻ്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്ത് കാണാൻ. അപ്പോൾ ഈ തന്നിട്ടുണ്ട് 100 MeV, ദറ്റ് ഈസ് 100 ഇൻറ്റു മില്യൺ എന്ന് പറഞ്ഞാൽ 10⁻⁶. ഇതിനെ ജൂളാക്കാൻ 1.6 ഇൻറ്റു 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 1.6 ഇൻറ്റു 10⁻⁻11 ജൂൾ എന്ന് വരും. ഇനി E ഈക്വൽസ് H ന്യൂ, റേഡിയേഷൻ ഏത് റേഡിയേഷൻ എഴുതാവുന്നതല്ലേ. സോ ദാറ്റ് ന്യൂ ഫ്രീക്വൻസി ന്യൂ ഈക്വൽസ് E/H, ദറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻11 ബൈ H ഈസ് 6.63 ഇൻറ്റു 10⁻34. Answer is 241.33 into 10⁻20 ഹെർട്സ് എന്ന് വരും. ഒരാൻസറായി. ഇനി ലാംഡ കാണാം. C/ന്യൂ, C ഈക്വൽസ് ന്യൂ ലാംഡ. ഇറ്റ് ഈസ് C 3 ഇൻറ്റു 10⁻8 ബൈ ന്യൂ ഈസ് ഈ കിട്ടിയ ആൻസർ. അപ്പോൾ ഫൈനൽ ആൻസർ ഈസ് 12.43 ഇൻറ്റു 10⁻15 മീറ്റർ എന്ന് വരും. ഇതിനെ വേണമെങ്കിൽ ആങ്സ്ട്രോം യൂണിറ്റ് ആക്കാം. 10⁻10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1 ആങ്സ്ട്രോം യൂണിറ്റ് ഈസ് 10⁻10 മീറ്റർ. അപ്പോൾ മീറ്ററിനെ ആങ്സ്ട്രോം യൂണിറ്റ് ആക്കാൻ 10⁻10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ 12.43 ഇൻറ്റു 10⁻5 ആങ്സ്ട്രോം യൂണിറ്റ് എന്ന് വരും. These are the answers. Another one. From Bohr postulate of quantization of angular momentum, arrive at an expression for the wavelength of an orbital electron. ഞാനൊന്നുകൂടെ വായിക്കാം. From Bohr postulate of quantization of angular momentum, arrive at an expression for the wavelength of an orbital electron. Comment on the result. ഇതാണ് ആൻസർ. ബോർ മോഡൽ അനുസരിച്ച് പോസ്റ്റ്ലേറ്റ് ബോർ മോഡൽ, ബോറിൻ്റെ ക്വാണ്ടൈസേഷൻ പോസ്റ്റ്ലേറ്റ് ആംഗുലാർ മൊമെൻറ്റം V ഇൻറ്റു R ഈക്വൽസ് NH/2π എന്നാണ്. ഫ്രം വിച്ച് MV ഈക്വൽസ് NH/2πR.
എങ്കിൽ d Brough wavelength of the electron is lambda equals h by mv. That is h by mv എന്ന് പറയുമ്പോൾ ns by 2 pi r. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we will get it as 2 pi r by n എന്ന് വരും. ഇതാണ് d Brough wavelength of the electron. ഇതാ ഒരാൻസർ. ഇനി ഇത് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടുന്ന് 2 pi r ഈക്വൽസ് n ലാംഡ എന്നാണ്. 2 pi r എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ സർക്കംഫറൻസാ, ഓർബിറ്റിൻ്റെ ലെങ്താണ്. 2 pi ഇൻറ്റു r, r റേഡിയസ് ഓർബിറ്റിൻ്റെ. അപ്പോൾ 2 pi r എന്ന് പറഞ്ഞാൽ ഓർബിറ്റിൻ്റെ ലെങ്താണ്. ദറ്റ് ഈസ് ഈക്വൽ ടു n ലാംഡ എന്നാണ് കിട്ടിയത്. n ഈസ് അൻ ഇൻറ്റീജർ. അപ്പോൾ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? d Brough wavelengthൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്പിളായിട്ട് വരുന്ന ഓർബിറ്റിൽ മാത്രമേ ഇലക്ട്രോണിന് കറങ്ങാൻ പറ്റൂ. ഇതാണ് എൻ്റെ കമൻറ്റ്. കമൻറ്റ് എഴുതുമ്പോൾ ഇലക്ട്രോൺ cannot be in an orbit whose wavelength is not an integer multiple of its wavelength. വേവ്ലെങ്തിൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്പിൾ അല്ലാത്ത ഓർബിറ്റിലൊന്നും ഇലക്ട്രോൺ കറങ്ങാൻ പറ്റില്ല. ഞാൻ ഒന്നുകൂടെ വായിക്കാം കമൻറ്റ്. ദി ഇലക്ട്രോൺ cannot be in an orbit whose wavelength is not an integer multiple of its wavelengths. ഇതാണ് എൻ്റെ കമൻറ്റ്. Another one. Obtain the d Brough wavelength of an electron of kinetic energy 100 electron volt. Mass of electron equals 9.1 into 10 raised to minus 31 kilogram. ബാക്കിയൊക്കെ നമുക്കറിയാം. ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നിട്ടുണ്ട് 1.6 ഇൻറ്റു 10 റേസ് മൈനസ് 19 കൂളംബ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് h ഈക്വൽ 6.63 ഇൻറ്റു 10 റേസ് മൈനസ് 34 ജൂൾ സെക്കൻഡ്. നമുക്കറിയാം ഈ ഇപ്പം ആദ്യം എടുത്ത പ്രോബ്ലം തന്നെയാണ്. ഹാഫ് mv സ്ക്വയർ E ഈക്വൽസ് ഹാഫ് mv സ്ക്വയർ. കൈനറ്റിക് എനർജി ആണല്ലോ. ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് mv സ്ക്വയർ, E ഈക്വൽസ് ഹാഫ് mv സ്ക്വയർ. അപ്പോൾ mv സ്ക്വയർ ഈക്വൽസ് 2e. രണ്ട് സൈഡും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ m സ്ക്വയർ v സ്ക്വയർ ഈക്വൽസ് 2me. സോ mv ഈക്വൽസ് റൂട്ട് ഓഫ് 2me. അങ്ങനെയുണ്ട് d Brough wavelength ലാംഡ ഈക്വൽസ് h by mv. ഇറ്റ് ഈസ് h by റൂട്ട് ഓഫ് 2m ഇൻറ്റു e. ഇവിടെ ഈ 100 ഇലക്ട്രോൺ വോൾട്ടാണ്. അതിനെ ജൂളാക്കണം. അതിനെ ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് 100 ഇൻറ്റു 1.6 ഇൻറ്റു മൈനസ് 19 10 റേസ് മൈനസ് 19 ജൂൾ. ഓർ 1.6 ഇൻറ്റു 10 റേസ് മൈനസ് 17 ജൂൾ എന്ന് വരും. എങ്കിൽ ലാംഡ ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. h 6.63 ഇൻറ്റു 10 റേസ് മൈനസ് 34 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു മാസ് ഓഫ് ദി ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10 റേസ് മൈനസ് 31 ഇൻറ്റു E എനർജി ഓഫ് ദി ഇലക്ട്രോൺ 1.6 ഇൻറ്റു 10 റേസ് മൈനസ് 17. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1.55 ഇൻറ്റു 10 റേസ് മൈനസ് 10 മീറ്റർ എന്ന് വരും. ഇതിനെ ആങ്സ്ട്രോം യൂണിറ്റ് ആക്കാം. 10 റേസ് മൈനസ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ 1.55 ആങ്സ്ട്രോം യൂണിറ്റ്സ്. That is the answer. Thank you.